അശ്ലീല ചിത്രത്തിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചെന്ന കേസിൽ നടി ശ്വേത മേനോൻ ഹൈക്കോടതിയിൽ. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകി. അന്വേഷണ നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യം. ഹർജി ഇന്ന് തന്നെ പരിഗണിക്കാൻ കോടതിയോട് ആവശ്യപ്പെടും. വിവരങ്ങളുമായി ഷപ്ന ചേരുന്നു ലീഗൽ ഡെസ്കിൽ നിന്ന്. ഷപ്ന, ശ്വേത മേനോൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഹർജിയിൽ പറയുന്നത്? ഇതിൽ എടുത്തു പറയേണ്ടത് ശ്വേത മേനോൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നില്ല എന്നാണ്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ സാഹചര്യത്തിൽ സാധാരണഗതിയിൽ മുൻകൂർ ജാമ്യത്തിനാണ് ശ്രമിക്കേണ്ടിയിരുന്നത്. എന്നാൽ അതിന് വിഭിന്നമായി ഇപ്പോൾ കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് ശ്വേത ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തത് ഈ നിയമപരമായ രീതിയിലല്ല ഈ കേസ് എടുത്തിട്ടുള്ളത്. താൻ അത്തരം ഈ പരാതിയിൽ പറയുന്ന പ്രകാരം പണം സമ്പാദിക്കുകയോ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുകയോ നിയമവിരുദ്ധ പ്രവൃത്തികൾ ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന് ശ്വേത ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നുണ്ട്. അന്വേഷണ നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്നൊരാവശ്യമാണ് ഉന്നയിക്കുന്നത്. ഇന്ന് തന്നെ ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ചിൽ ഈ ഹർജി പരിഗണനയ്ക്കെത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാതെ കേസ് റദ്ദാക്കണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. മാർട്ടിൻ മൈനാശ്ശേരി എന്നയാൾ നൽകിയ ഹർജി പരാതിയെ തുടർന്ന് കീഴ്ക്കോടതിയാണ് ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ശ്വേത മേനോനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ ഒരു സംഭവം വലിയ വിവാദത്തിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ശ്വേത ഹൈക്കോടതിയിൽ കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് സമീപിച്ചിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ സെക്ഷൻ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഷബ്ന? അത്തരത്തിലുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയില്ല. കാരണം നേരത്തെ ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് കോടതി ഈ കേസിൽ രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് നിർദ്ദേശം നൽകിയായിരുന്നു. ആദ്യം ഈ മാർട്ടിൻ മേനാശ്ശേരി പോലീസിലാണ് പരാതി നൽകിയത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു പരാതി നൽകി. എന്നാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല. പിന്നീട് കോടതിയെ സമീപിച്ചു. കോടതിയാണ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസിനോട് നിർദ്ദേശം നൽകിയത്. ഏതായാലും ഈ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് നിയമവിരുദ്ധമായ പ്രവൃത്തി ചെയ്ത് പണം സമ്പാദിച്ചു എന്ന കുറ്റത്തിനാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ FIR അല്ലെങ്കിൽ ഈ കോടതി ഉത്തരവോ നമുക്ക് ലഭിച്ചിട്ടില്ല. ഏതായാലും ശ്വേത മേനോൻ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നിപ്പോൾ കോടതി ഏതായാലും ഈ ഹർജി പരിഗണിക്കുകയും അതിൽ കോടതി കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തുടർ നടപടികൾ സ്റ്റേ ചെയ്യുകയോ അല്ലെങ്കിൽ അന്വേഷണം തുടരാം എന്ന കാര്യത്തിലോ ഒരു വ്യക്തത ഇന്ന് വരുത്താനുള്ള സാധ്യതയുണ്ട്. ഷബ്ന, ഏതായാലും ഹർജി നൽകിയിരിക്കുന്നു. അടിയന്തരമായി പരിഗണിക്കണം എന്നാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുള്ള സാധ്യത എത്രമാത്രമാണ്? ഉടൻ തന്നെ കേസ് പരിഗണിക്കുമോ കോടതി? നമുക്കറിയാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ് കോടതിയിൽ നിന്ന്? ഈ അഭിഭാഷകനും സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്ന് തന്നെ ഈ ഹർജി ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ചിൽ എത്തിക്കും എന്ന് തന്നെയാണ്. അതായത് ഈ കോടതിയിലെ ഫയലിംഗ് അനുസരിച്ച് ടുഡേ ആയി കോടതി കേസ് ലിസ്റ്റ് ചെയ്യുകയും അതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടി ഈ ഹർജി കോടതിയുടെ മുമ്പാകെ എത്തിക്കുകയും ചെയ്യും. അതിനുശേഷം ഇവർ ആവശ്യപ്പെടുന്നത്, ഈ അഭിഭാഷകൻ ആവശ്യപ്പെടുന്നത് അന്വേഷണം സ്റ്റേ ചെയ്യണം എന്ന ആവശ്യമായിരിക്കും ഉന്നയിക്കുക. കാരണം അന്വേഷണത്തിലെ നടപടിയുമായി മുന്നോട്ട് പോയാൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടി വരും. കാരണം ഇപ്പോൾ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. FIR ഇട്ട സാഹചര്യത്തിൽ ഇനി പോലീസിന്റെ തുടർ നടപടി ആ രീതിയിലായിരിക്കും. അതുകൊണ്ട് കേസ് റദ്ദാക്കണം എന്നൊരാവശ്യം ഇപ്പോൾ ഉന്നയിക്കും. ഏതായാലും ഒരു ഇടക്കാല ഉത്തരവോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യരുത് എന്ന രീതിയിലുള്ള നിർദ്ദേശമോ അത്തരത്തിൽ എന്തെങ്കിലും ഉച്ചയോടുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ഷബ്ന, നിരവധി കേസുകൾ കാണുന്ന ആൾ കൂടി ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കാണുമ്പോൾ, ഈ കേസ് എടുത്തതായ വാർത്ത കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. എങ്ങനെ ഇങ്ങനെ ഒരു കേസ് എടുക്കാൻ സാധിക്കും എന്ന് തോന്നിപ്പോയി. അതുകൊണ്ടാണ് ഇതിന്റെ നിയമവശം ചോദിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഹർജി എത്തിയാൽ ഈ രീതിയിൽ കേസ് എടുക്കുകയാണോ പതിവ്? അതിനുള്ള നിർദ്ദേശം നൽകുകയാണോ പതിവ് സാധാരണഗതിയിൽ? ലക്ഷ്മി, അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പോലീസിന് ആദ്യം ഇത്തരത്തിലൊരു പരാതി ഈ മാർട്ടിൻ മേനാശ്ശേരി നൽകിയിരുന്നു. എന്നാൽ പോലീസ് അതിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തില്ല. നടി 25 കൊല്ലം മുമ്പും അടുത്ത് അഭിനയിച്ചതുമായ സിനിമകളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയിരുന്നത്. അതോടൊപ്പം തന്നെ ഈ അശ്ലീല ചിത്രങ്ങളിൽ പരസ്യങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ പരാതിയാണ് ഉന്നയിച്ചിരുന്നത്. ഇത്തരം ഒരു പരാതി ഈ പരസ്യങ്ങളിൽ അഭിനയിച്ചു എന്ന് പറയുമ്പോൾ ഈ പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ചു
ചിത്രീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രക്ഷേപണം ചെയ്യണമെങ്കിൽ അതിന് നിയമപരമായ അനുമതി തേടേണ്ടതുണ്ട്. അത്തരത്തിൽ നിയമപരമായ അനുമതി തേടിയുള്ള പരസ്യങ്ങളോ ചിത്രങ്ങളോ ആണ് പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ അഭിനയിച്ചു എന്ന് പറയുന്ന ഒരു ആരോപണം നിയമപരമായി നിലനിൽക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് വ്യക്തിപരമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും പോലീസും ആ രീതിയിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇതിൽ പ്രതികരിച്ചതും. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല. പിന്നീടാണ് കോടതിയെ സമീപിക്കുന്നത്. കോടതിയാണ് ഇതിൽ പരിശോധിച്ച് കേസെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് മുന്നിൽ കോടതി നിർദ്ദേശിച്ചാൽ അത്തരത്തിൽ കേസെടുക്കാനേ സാധിക്കുകയുള്ളൂ. തുടർ നടപടികൾ എങ്ങനെ എന്നത് സംബന്ധിച്ച് പോലീസിന് തീരുമാനമെടുക്കാം. ഏതായാലും കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്.